പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഈ ഒരു ബുധനാഴ്ച ദിനത്തിൽ ഇന്ന് കർത്താവ് ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ച് ഹൃദയം തകർന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലൊക്കെ കാണുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഈശോയുടെ അത്ഭുതകരമായൊരു അഭിഷേക ശക്തി അങ്ങനെയുള്ള ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ, ഈശോ അവതീർണനാകട്ടെ എന്ന് അച്ഛൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈ ബുധനാഴ്ച ദിനത്തിൽ വിശുദ്ധ ഔസേപിതാവിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 4:12 വചനം പറയാണ്, ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഏത് നാമം ഒഴികെ? യേശു നാമം ഒഴികെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശു നാമമല്ലാതെ. അപ്പോൾ യേശുനാമം ഏത് ആപത്തിലും, ഞാൻ ഓർക്കാണ് സഹോദരങ്ങളെ, അതായത് കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് ഒരു റിട്രീറ്റിൽ ഞാൻ ഓർക്കുന്നത് താമസിച്ചുള്ള ധ്യാനം. അപ്പോൾ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തെ സെഷൻ അച്ഛൻ കയറി വചനം പറയുമ്പോൾ ഒരു സഹോദരി ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ ആദ്യ ദിവസം തന്നെ വ്യാഴാഴ്ച ധ്യാനം തുടങ്ങുമ്പോൾ 7:30 ഞങ്ങൾ പാപപരിഹാര ബലി അർപ്പിച്ചു. അതായത് പിറ്റേ ദിവസത്തെ കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള യേശുവിന് ഇടപെടാനുള്ള ഏക തടസ്സം നമ്മുടെ ജീവിതത്തിൽ പാപമാണ്. അപ്പോൾ പാപപരിഹാര ബലി നന്നായിട്ട് അനുതാപത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് നമ്മൾ ആദ്യ ദിനത്തിൽ തന്നെ. അപ്പോൾ ഞാൻ ആ സെഷൻ കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത സഹോദരി, അങ്ങനെ ഞാൻ കുറച്ച് നേരം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സഹോദരിയുടെ ജീവിത പങ്കാളി വേറൊരു സ്ത്രീയുമായിട്ട് കടുത്ത ബന്ധത്തിലാണ്. ഈ പലപ്പോഴും പല രാത്രികളിലും അവരുടെ കൂടെയാണ്. ആര് പറഞ്ഞിട്ട് 3 മക്കളുണ്ട്. എൻ്റെ കർത്താവ് ഇനി എന്ത് ഞാൻ ചെയ്യും? അങ്ങനെ ശരിക്കും ഒരു തകർന്ന അവസ്ഥയിലാണ് സഹോദരി. ഞാൻ പറയണത്, ഇങ്ങനൊരു അവസ്ഥയിലൂടെ മാനുഷികമായ രീതിയിൽ ഇങ്ങനെയൊരു പ്രശ്നത്തെ നമ്മൾ കാണുമ്പോൾ ആർക്കാ പറയുക സഹോദരങ്ങൾ സന്തോഷത്തിലിരിക്കാൻ പറ്റുക? ഞാൻ പറയുക, ആ പുള്ളി പറഞ്ഞ അച്ഛാ എനിക്കൊരു പ്രതീക്ഷയില്ല അച്ഛാ. കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായത് ഞാൻ പുള്ളീനെ കേട്ടു തുടങ്ങിയപ്പോൾ എന്നിലേക്ക് ആ സ്പിരിറ്റ്, അതായത് ആ നിരാശയുടെ സ്പിരിറ്റ് വരുന്ന പോലെ എനിക്കിത്. ഞാൻ പറഞ്ഞു, സഹോദരി, പ്രശ്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തകർന്ന് തരിപ്പണായിട്ട് പോകും. ഞാൻ പറഞ്ഞു, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു വ്യക്തിയുണ്ട്, യേശു ക്രിസ്തു. അപ്പോൾ ഞാൻ എന്നിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ യേശു, അവനെല്ലാം സാധ്യമാണ്. എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ യേശു, അവനെല്ലാം സാധ്യമാണ്. ഇങ്ങനെ പ്രിയ സഹോദരങ്ങളെ ആവർത്തിച്ച് ഈ സഹോദരിയോട് പറയാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ശരിക്ക് ആ രാത്രിയിലും അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ശുശ്രൂഷയിലൊക്കെ പ്രിയ സഹോദരങ്ങളെ ആ ശുശ്രൂഷയിൽ അവർ പോകുമ്പോൾ വലിയ ആനന്ദത്തോടെയാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോയത്. എൻ്റെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നുണ്ട്, 2 മാസം കഴിഞ്ഞിട്ട് ഇവർ 2 പേരും അച്ഛനെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഈ സഹോദരി പറയായിരുന്നു, എൻ്റെ അച്ഛാ, എൻ്റെ യേശു എൻ്റെ പങ്കാളിയെ തന്നു. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവൻ പറയാണ്, എൻ്റെ അച്ഛാ എനിക്കറിയില്ല അച്ഛാ, ഞങ്ങളെങ്ങനെയാണ് അങ്ങനെ ഒരു ബന്ധനത്തിലായെന്ന് അറിയില്ല. ഞാൻ പലതവണ ഇവളുടെ കണ്ണുനീരൊക്കെ കാണുമ്പോൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് പറ്റാത്ത വിധത്തിലൊരു ഫോഴ്സ് എന്നെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് പോലെ. അതാണ് ശരിക്കും ഒരു ബന്ധിച്ചിടുക എന്ന് പറയില്ലേ. നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ആലയത്തിൽ കർത്താവ് നൽകുന്ന ഒരു അഭിഷേകമാണ് സഹോദരങ്ങളെ ശരിക്കും ഒരു വിടുതലിൻ്റെ കൃപ എന്നുള്ളത്. ശക്തമായ വിധത്തിൽ അച്ഛനെ ഈശോ നൽകിയ ഒരു ഏക ബോധ്യം, യേശുവിനെ നമ്മെല്ലാ അപകടങ്ങളിൽ നിന്നും വിടുവിച്ച് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് യേശുവിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ തകർന്ന അവസ്ഥയിലൊക്കെ കഴിയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ യേശു. നമ്മുടെ ഈ റിട്രീറ്റുകളിൽ വേറെ ഒന്നും പറയുന്നില്ല സഹോദരങ്ങളെ. യേശുവിനെൻ്റെ ജീവിതത്തിൽ ഇന്ന് പിശാച് അനേകം കുടുംബങ്ങളിൽ അനേകം ഉത്തമ ക്രൈസ്തവർ ഡെയിലി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുന്നവരിൽ അവർ പിശാച് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ? നിൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. അങ്ങനെ നിരാശപ്പെട്ട് കഴിയാണ് പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ പ്രശ്നത്തെക്കാളൊക്കെ എത്രയോ വലിയവനാണ് എൻ്റെ യേശു. എൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് പിടിപ്പിക്കാൻ എൻ്റെ യേശുവിനെ സാധിക്കും. ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ നോക്കിയേ, നാളെ വൺഡേ ശുശ്രൂഷയിൽ കടബാധ്യതയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. പിന്നെ നാളെ ഈവനിങ്ങിൽ താമസിച്ചുള്ള ധ്യാന ശുശ്രൂഷകളാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ പ്രതികൂലങ്ങളിൽ പെട്ട മക്കളായിരിക്കും വരുന്നത്. യേശു അത്ഭുതകരമായ വിധത്തിൽ യേശു അവരെ വിടിപ്പിക്കണം. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.